ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ വീണ്ടും രാജശ്രീയോട് കാശ് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന രാജശ്രീ പറയും, തന്നു, ഇനി കാശൊന്നും ചോദിച്ചുകൊണ്ട് നീ വരരുത് എന്ന് പറയുമ്പം നമ്മുടെ സുകന്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി അതെന്തു വർത്തമാനാ, ഞാൻ ജോലി ചെയ്യുന്നതിനുള്ള കൂലിയല്ലേ ചോദിച്ചത്, അത് തരാൻ കഴിയില്ലെന്ന് പറയുന്നത് എവിടുത്തെ ന്യായവാ ചേച്ചി എന്ന് ചോദിക്കാം. നീ ആദ്യം ജോലികളൊക്കെ ചെയ്ത് തീർക്ക്, അതിനുശേഷം നീ എന്താണോ ആവശ്യപ്പെട്ടത് അതും അതിൽ കൂടുതലും ഞങ്ങൾ തരാമെന്ന് സമ്മതിച്ച കാര്യമാണ്. വീണ്ടും വീണ്ടും നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാനാ എന്ന് പറയും. ഓഹോ, അപ്പം ചേച്ചി എന്നെ ഇപ്പം വേറെ ഒരു കൂലിക്കാരിയായ അല്ലേ കാണുന്നത് എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, ദേ സുകന്യ, നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് കൂട്ടരുത്. നിനക്കറിയാലോ അങ്ങനെ വെറുതെ ഒന്നും കാശെടുക്കാൻ പറ്റത്തില്ല അച്ചുവേട്ടന്. അനന്തേട്ടനും ഇതെല്ലാം അറിയുന്നുണ്ട്. ഇപ്പം തന്നെ 10 ലക്ഷം രൂപ എടുത്ത കാര്യം അനന്തേട്ടൻ അറിഞ്ഞ് ഇവിടെ ഒരു ചോദ്യം ഉണ്ടായി. അപ്പം എൻ്റെ കുടുംബത്തൊരു ആവശ്യത്തിന് വേണ്ടി എടുത്ത് മറിച്ചതാന്ന് പറഞ്ഞാൽ അനന്തേട്ടന് ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തിയത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് നീ ഇനി ദയവ് ചെയ്ത് കാശ് ചോദിക്കരുത് എന്ന് പറയാം. ഇതെന്താ ചേച്ചി, ഞാൻ എനിക്ക് തരണമെന്ന് പറഞ്ഞ കാശിൽ നിന്ന് കുറച്ച് നേരത്തെ വേണമെന്നാണ് പറയുന്നത്. ഈ അഡ്വാൻസ് പോലെ എത്രയും വലിയ കാര്യങ്ങളൊക്കെയല്ലേ ഞാൻ ചെയ്തു തരുന്നത്. എനിക്കവിടെ ധർമ്മേട്ടൻ്റെ ഭാര്യയായി മാന്യമര്യാദയ്ക്ക് ദേവമംഗലത്ത് ജീവിച്ചാൽ മതി. രാജശ്രീ ചേച്ചി എൻ്റെ സ്വന്തമായതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് അവിടെയുള്ളവരുടെ വെറുപ്പ് പോലും സമ്പാദിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്. എന്നിട്ട് ചേച്ചി ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്, എന്നിട്ട് അതിൻ്റെ യാതൊരുവിധ നന്ദിയും രാജശ്രീ ചേച്ചിയുടെ ഭാഗത്തു നിന്നോ അച്ചുവേട്ടൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞുറപ്പിച്ച കരാറൊക്കെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ രാജശ്രീക്ക് അങ്ങ് ദേഷ്യം വരിക. നീ ഈ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ നിന്നെ ഒരു കൂലിക്കാരിയായിട്ട് കണ്ടിട്ടില്ല. പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാക്കി ഞാൻ തന്നു, അതിന് ചില നന്ദികൾ നിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചു. അതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെന്താ ചേച്ചി ഒരു ഔദാര്യം പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം. നിനക്കിപ്പോൾ കിട്ടിയ ജീവിതമേ അത് ഞങ്ങളുടെ ഔദാര്യം തന്നെയാ. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ധർമ്മനെ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ എന്ന് പറയുമ്പം അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സുകന്യക്ക്. ചേച്ചി എന്ത് വർത്തമാനോ പറയുന്നത്? എന്തുകൊണ്ടും ധർമ്മേട്ടന് ഞാനെന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാ. എന്നെ പോലെ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കെട്ടാനുള്ള യോഗ്യതയൊന്നും ധർമ്മേട്ടനില്ല എന്ന് പറയും. നിന്റെ യോഗ്യത എന്താ? ഒരിക്കലും ഒരാളെ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ചതല്ലേടി നീ, അതാണോ നിന്റെ യോഗ്യത എന്ന് നമ്മുടെ രാജശ്രീ ചോദിക്കുക. അത് കേൾക്കുമ്പം സുകന്യക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഉണ്ടാക്കട്ടെ എന്ന് കരുതി ദേവമംഗലത്ത് നിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ പിടിച്ച് കയറ്റിയെന്നും പോരാ, ഇപ്പം ഞങ്ങളോട് തന്നെ നീ ഓരോ പ്രശ്നത്തിന് വരുന്നോ എന്ന് രാജശ്രീ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ സുകന്യക്ക് ഇഷ്ടപ്പെടുകയല്ല. ചേച്ചി, ഞാൻ ചേച്ചിയോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാ, ഒരിക്കൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാ, എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊരു വാക്ക് ഈ കുടുംബത്തിൽ വെച്ച് പറയരുതെന്ന്. വീണ്ടും വേണ്ടി ചേച്ചി എന്തിനാ ഇങ്ങനെ പറഞ്ഞ് എന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത്? അങ്ങനൊരു അധ്യായം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പോലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ആളാ ഞാൻ. എന്നെ വീണ്ടും എന്തിനാ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നേ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നീ അങ്ങനെ മറക്കൊന്നും വേണ്ട. നിനക്കൊരിക്കലും ഒരു ബന്ധം ഉണ്ടായിരുന്നതുവാ, നീ അത് അവസാനിപ്പിച്ചതുവാ. എന്നിട്ട് ധർമ്മൻ്റെ ഭാര്യയായിട്ട് ഇപ്പം നീ ദേവമംഗലത്ത് താമസിക്കുന്നത്. അത് മറന്നുകൊണ്ട് നീ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് എനിക്കും ഇത് പറയേണ്ടി വന്നത് എന്ന് പറയാം. ദേ ചേച്ചി, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനൊരു സംസാരം ഉണ്ടാവരുത്. അങ്ങനൊരു അധ്യായം എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ ഭാഗമാ. അത് വീണ്ടും തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഉള്ളതാ എൻ്റെ യഥാർത്ഥ ജീവിതം. ധർമ്മേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ ധർമ്മേട്ടൻ്റെ ആദ്യ ഭാര്യ തന്നെയാണ്. അതുപോലെ ധർമ്മേട്ടൻ എൻ്റെ ആദ്യ ഭർത്താവും. അങ്ങനെ ചിന്തിക്കാനാ എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയണേ കേട്ടോ. ഇപ്പം ഇവർ തമ്മിലുള്ള ഈ സംസാരമൊക്കെ മറ്റൊരാളോട് കേൾക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഇന്ദ്രാമ്മ. കുറേ സമയമായിട്ടും രണ്ടുപേരൂടി റൂമിൽ കയറി സംസാരിക്കുന്നതുകൊണ്ട് അവരെ ആഹാരം കഴിക്കാൻ വിളിക്കാനായിട്ട് ഇന്ദ്രാമ്മ റൂമിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഈ സംസാരം കേൾക്കുന്നത്. ഇന്ദ്രാമ്മ ആ സത്യങ്ങൾ തിരിച്ചറിയാണ്. സുകന്യയ്ക്ക് ധർമ്മന് മുന്നേ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നും അത് വിവാഹത്തിൽ വരെ എത്തിയതാണെന്നും അത് പിരിഞ്ഞാണ് ധർമ്മനെ കല്യാണം കഴിച്ച കാര്യവും നമ്മുടെ ഇന്ദ്രാമ്മ തിരിച്ചറിയാം. ഇത് കേൾക്കുന്ന ഇന്ദ്രാമ്മ ആകെ തകർന്ന് തരിപ്പണമായി പോവാണ്. തൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ എന്നുള്ള സങ്കടത്തോടെ ആരോട് എന്ത് പറയണമെന്നറിയാതെ ആ പാവം പോയിരിക്കാം. ആ സമയത്ത് അച്യുതൻ അങ്ങോട്ട് വരുന്നത്. അച്യുതനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രാമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇന്ദ്രാമ്മ ചെകിട് നോക്കി ഒറ്റ അടി കൊടുക്കുക. എന്താ അമ്മേ, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലിയത് എന്നപ്പം അച്യുതൻ ചോദിക്കും. നീ ചെയ്ത ചെറ്റത്തരത്തിന് നിന്നെ തല്ലുവല്ല ചെയ്യേണ്ടത്, ഈ കൃഷ്ണമംഗലത്ത് നിന്ന് നിന്നെ പടിയിറക്കി വിടുക വേണ്ടത് എന്ന് പറയാം. അമ്മ എന്താ പറയുന്നത്? ധർമ്മന്റെ ജീവിതം കൊളവാക്കിയത് പോരാ, എന്നിട്ട് നീ വന്ന് നിന്ന് പ്രസംഗിക്കുന്നോ? നിന്റെയൊക്കെ സ്വന്തം അനിയനല്ലേടാ അവൻ. ആ ഒരു ബോധമൊന്നും നിനക്കില്ല എന്ന് എനിക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായി. അല്ലെങ്കിൽ ഒരു രണ്ടാം കെട്ടുകാരിയെ എൻ്റെ മകൻ്റെ തലയെ കൊണ്ട് കെട്ടിവെക്കുമോ നീയൊക്കെ കൂടി എന്ന് ചോദിക്കാം. അവൻ്റെ ആദ്യത്തെ വിവാഹമായിരുന്നില്ലേ, അവൻ്റെ കല്യാണം ബാലനാണെങ്കിൽ നല്ല രീതിയിൽ നടത്താനും ഇരുന്നതാ. അത് മുടക്കിയിട്ട്
ഇതുപോലൊരു പെണ്ണിനെയാണോ അവന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കാൻ നിനക്ക് തോന്നിയത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിനക്കൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുക. അപ്പൊ ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അനന്തനും അങ്ങോട്ട് വരിക. അപ്പൊ അനന്തൻ ചോദിക്കും, എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുക. നീയും കൂടി ചേർന്നാണോ ഈ ചതി ചെയ്തത് എൻ്റെ ധർമ്മനോട് എന്ന് ചോദിക്കുക. എന്ത് ചതി? അപ്പം നിനക്ക് അറിയില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്റെ അനിയന്റെ ഭാര്യയില്ലേ ആ സുകന്യ, അവള് ഒരു രണ്ടാം കെട്ടുകാരിയാ. അവളുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതായിരുന്നെന്ന്. ആ ബന്ധം ഉപേക്ഷിച്ച് നിന്നപ്പോഴാ അവളെ പിടിച്ച് എൻ്റെ മകന്റെ തലയിൽ ഇവൻ കെട്ടിവെച്ചത്. അതും മനഃപൂർവ്വം കെട്ടിവെച്ചതല്ലായിരുന്നോ? ഇവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ദേവമംഗലത്ത് ഇവരുടേതായിട്ടൊരാളുണ്ടെങ്കിൽ ഇവരാഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാലോ, അതിനുവേണ്ടിയാ അവളെ ആ കുടുംബത്തെ കയറ്റിയിരിക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും അനന്തൻ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ്. അച്യുതനോട് ചോദിക്കും, അമ്മ ഈ പറയുന്നതൊക്കെ സത്യമാണോടാ എന്ന് ചോദിക്കുക. അപ്പൊ അച്യുതൻ തല താഴ്ത്തി നിൽക്കും. അവനൊന്നും പറയില്ല. ഇത്രയും വലിയ ചതിയല്ലേ ചെയ്തിരിക്കുന്നത്? സ്വന്തം കൂടപ്പറപ്പിനോട് ഒരല്പം പോലും സ്നേഹമില്ലാതെ പോയല്ലോ ഇവന്. എൻ്റെ മകന്റെ ജീവിതം നശിപ്പിച്ചിട്ട് സന്തോഷത്തോടെയൊക്കെ നീ ജീവിക്കുന്നേ എനിക്കൊന്ന് കാണണം. ആ ദേവമംഗലത്ത് അവൻ സന്തോഷത്തോടെയല്ലേ കരുതിയിരുന്നേ. ബാലൻ അവന് നല്ലൊരു ബന്ധുവാ കണ്ടെത്തി കൊടുത്തതും. അത് കണ്ടപ്പം നിനക്കൊക്കെ സഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു പെണ്ണിനെ അവന്റെ തല കെട്ടിവെച്ചത്. ആ കുടുംബത്തിന് ചേരുന്നൊരു പെൺകുട്ടിയേ അല്ല സുകന്യ എന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായതാ. എന്നിട്ടും എൻ്റെ മകനൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി എല്ലാം സഹിച്ചും പുറത്തും ഞാൻ നിൽക്കുന്നതായിരുന്നു. എന്നിട്ടിപ്പം നിനക്ക് എങ്ങനെ തോന്നിയിടാ ഈ ഒരു ചതി ധർമ്മനോട് ചെയ്യാൻ? എൻ്റെ ധർമ്മൻ എന്ന് അറിയുമ്പം അവൻ എന്തുമാത്രം സങ്കടപ്പെടും. സുകന്യയുടെ സ്വഭാവമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. എന്നിട്ടും അവൻ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് അവന്റെ ജീവിതം കൊണ്ട് തൊലയ്ക്കാനായിട്ടല്ലേ നീയൊക്കെ കൂടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. ഇത് കേൾക്കുന്ന അനന്തം പറയും, ഇല്ലമ്മേ, എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പോലും ഞാൻ അറിയില്ല. അറിഞ്ഞുകൊണ്ട് എൻ്റെ അനിയൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു ബന്ധം കൂട്ടിച്ചേർക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും ഇന്ദ്രാമ്മ പറയും, എനിക്കിന്ന് ആരെയും വിശ്വാസമില്ല. എന്ത് ചതിയും ചെയ്യുന്നവരാ നിങ്ങളൊക്കെ. സ്വന്തം കൂടപ്പറപ്പിനെ പോലും കൊല്ലാൻ നോക്കിയതല്ല നിന്റെ മോൻ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് അച്യുതനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഇന്ദ്രമ്മ വീണ്ടും പറയണം കേട്ടോ. അപ്പൊ ഇന്ദ്രമ്മ ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഇതേസമയം ദേവമംഗലത്താണെങ്കിൽ അലോകുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുശ്രീയ. അപ്പം വീട്ടിൽ വന്നത്തെ കാര്യങ്ങളൊക്കെ അലോകിനോട് വിളിച്ച് പറയുകയാണ് കേട്ടോ. അപ്പം അലോക് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം മീനാക്ഷി നിന്നെ ചോദ്യം ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പം നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അലോകിനോട് അറിയിക്കുകയാണ് അനുശ്രീ. അപ്പം അലോക് പറയും, എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയത് നന്നായല്ലേ. അതുകൊണ്ടല്ലേ നിന്റെ മീനാക്ഷി ചേച്ചി വിളിച്ചപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി നമ്മുടെ രണ്ടിന്റെ ബന്ധം അവർ കണ്ടുപിടിച്ചു. എന്തായാലും രക്ഷപ്പെട്ടു. സുകന്യ ചേച്ചി നമ്മുടെ കൂടെ നിൽക്കുന്നതാ നമുക്ക് ആകെ ഉള്ളൊരു ധൈര്യം എന്ന് പറയാം. അപ്പം അനുശ്രീയും പറയും, അതെ അതെ, ഈ കുടുംബത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സുകന്യ ചേച്ചി മാത്രമേ ഉള്ളൂ. വേറെ ആര് നമ്മുടെ ബന്ധത്തെപ്പറ്റി അറിഞ്ഞാലും എന്നെ എതിർക്കുകയുള്ളൂ. എന്നെ ഒരിക്കലും അലോകിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പം അലോക് ചോദിക്കും, നീ അപ്പം എന്നെ ഉപേക്ഷിക്കുമെന്നാണോ അനു പറയുന്നത്? നിന്റെ വീട്ടിലുള്ളവരൊക്കെ എന്നോട് എതിർത്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരില്ലേ എന്ന് ചോദിക്കാം. അപ്പം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ലോകെ എന്ന് അനുശ്രീ പറയാണ്. എൻ്റെ വീട്ടിലുള്ളവരും എനിക്ക് വേണം, നിന്നെയും എനിക്ക് വേണം. ഒരാളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നും നേടണ്ട എനിക്ക്. പക്ഷേ ഇപ്പം എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ചിലപ്പം നിന്നെ വിവാഹം കഴിക്കുന്നതോടുകൂടി ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്ന് എനിക്കൊരു ചിന്തയുണ്ട്. എന്തായാലും നിന്നെ ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്കിനി ഉണ്ടാവില്ല എന്ന് അലോകിന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അനുശ്രീ. അതേസമയം തന്നെയാണ് മീനാക്ഷി റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് കാണുമ്പോൾ മീനാക്ഷി ചോദിക്കും, അനു ആരെ ഇത്ര കാര്യമായിട്ട് ഫോൺ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ മീനു ചേച്ചി, ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിക്കുമായിരുന്നു. ഏത് കൂട്ടുകാരി? അല്ല, ഇന്ന് ബർത്ത്ഡേ കഴിഞ്ഞില്ലേ, അവളെ വിളിക്കുമായിരുന്നു എന്ന് പറയോ. ഓഹോ, ആ നീനു അല്ലേ, ആ കൂട്ടുകാരിനെ ആയിരിക്കും അല്ലേ വിളിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ അനുശ്രീ ആകെ പതറി പേടിച്ച് നിൽക്കുവാണേ. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും കേട്ടോ അലോക്. അപ്പോഴത്തേക്കും മീനാക്ഷി ചോദിക്കും, എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ദേ, എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇന്ന് കണ്ടത് നിന്നെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ ഒളിപ്പിച്ച് നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതത്ര നല്ലതിനല്ല എന്ന് അനുശ്രീയോട് നമ്മുടെ മീനാക്ഷി പറയുക. അത് കേൾക്കുമ്പോൾ അനു ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഏടത്തി എന്താ പറയുന്നത്? എന്നെ ആയിരിക്കില്ല ഏടത്തി കണ്ടത്. ഞാനെന്തിനാ ഏടത്തിയെ മറിച്ച് എന്തെങ്കിലും ചെയ്യുന്നത്? അത് എനിക്കും അറിയില്ല. നിന്റെ ഇപ്പത്തെ ഈ പോക്ക് അത്ര നല്ലതിനല്ല അനു. നീ കൂട്ടുകൂടിയിരിക്കുന്നത് സുകന്യ ചേച്ചി ആയിട്ടാണെന്നും അറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കുടുംബത്തിന് ദോഷം ചെയ്യുന്ന എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ മനഃപൂർവ്വം ഈ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാൻ ഒന്നും ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പക്ഷേ എല്ലാവരെയും കണ്ണുമടിച്ച് വിശ്വസിച്ച് ഓരോ അബദ്ധങ്ങളിൽ പോയി ചാടരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് മീനാക്ഷി നമ്മുടെ അനുശ്രീയോട് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ അനുശ്രീ പറയും, ഏയ് ഏടത്തേക്ക് തോന്നുന്നതാ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. സുകന്യ ചേച്ചിക്കും ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും സ്നേഹമാണ്.
ഇന്ന് ഏടത്തി അങ്ങനെയൊക്കെ ചോദ്യം ചെയ്തത് എന്തായാലും മോശമായി പോയി എന്ന് പറയാം. അത് സാരമില്ല, അത് ഞാൻ വെറുതെ ഒന്ന് സുഗന്യ ചേച്ചിയെ പേടിപ്പിക്കാൻ നോക്കിയതല്ലേ, അത് നിനക്കും മനസ്സിലായില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അനു പറയും അതെ എനിക്ക് മനസ്സിലായിരുന്നു ഏടത്തി. അല്ല ഏടത്തി വെറുതെ വന്നതാണോ എന്ന് ചോദിക്കും. എന്താ അനു, എനിക്ക് നിന്റെ റൂമിലോട്ടൊന്ന് കയറി വരാൻ പോലും ഇപ്പോൾ പാടില്ലേ എന്ന്. അപ്പം മീനാക്ഷി ചോദിക്കേ ഏയ് അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയാം. ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കണ്ട, എല്ലാവരെയും കണ്ണുമടിച്ച് വിശ്വസിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്തേലും മനസ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ വേരോടുകൂടി പിഴുത് കളഞ്ഞേരെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അനുസരിച്ച് തലയും കുനിച്ച് നിൽക്കുക. അതിനുശേഷം മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ഇവൾക്ക് എന്തോ കള്ളത്തരങ്ങളുണ്ട്. സുഗന്യ ചേച്ചിയും ഇവളും കൂടി ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അനു അങ്ങനെ ഒന്നും തെറ്റായി ചെയ്യുന്നൊരു പെൺകുട്ടിയൊന്നും അല്ല. സുഗന്യ ചേച്ചി ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളെ എന്തിലോ കൊണ്ട് ചാടിക്കുന്നുണ്ട്. അതെന്തായാലും കണ്ടെത്തണം, അതല്ലെങ്കിൽ ഈ കുടുംബത്തിൽ വലിയൊരു ഭവിഷ്യത്ത് തന്നെ ഉണ്ടാകാൻ കാരണമാകും എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിൽ അനന്തനാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം ആകെ വേദനിച്ച് നിൽക്കുകയാണേ. എന്നിട്ട് ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്നും പറഞ്ഞ് അമ്മയുടെ കാലിലേക്ക് വീഴുക. ധർമ്മൻ്റെ കല്യാണം നടന്നപ്പോഴും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതിപ്പോൾ ഇന്ദിരാമ്മ പറയും എനിക്കിപ്പോൾ എൻ്റെ രണ്ടു മക്കളെയും ഒരു വിശ്വാസവും ഇല്ലെന്നായിരിക്കാം. എന്തൊക്കെ മോശപ്രവർത്തികൾ ചെയ്താലും ദേവമംഗലത്തുള്ളവർ സങ്കടപ്പെടണം, ഈ ഒരു ചിന്ത മാത്രമേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളൂ. ധർമ്മൻ നിന്റെ സ്വന്തം രക്തമല്ലേടാ, എങ്ങനെ തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ? ഇതറിയുമ്പം അവൻ നെഞ്ചു പൊട്ടി കരയില്ലേ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്ക് വീണ്ടും അനന്തം പറയും ഇല്ലമ്മേ, ഇങ്ങനൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, അവൻ എൻ്റെ സ്വന്തം അനിയനല്ലേ, അവന് മോശം വരുന്നൊരു കാര്യം ഞാൻ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ദേവമംഗലത്തുള്ളവരോടുള്ള ദേഷ്യം മറന്നുപോലും കല്യാണത്തിന് മുന്നിൽ നിന്നത് അവനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് തന്നെയാമ്മേ, അതിലൊരു കളങ്കം ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് ഇന്ദിരാമ്മയുടെ കാല് വീണ് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ അനന്തന്. അമ്മ എന്നെ വിശ്വസിക്കണം, ഞാൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ധർമ്മൻ്റെ കല്യാണക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ